ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് പുതിയൊരു വണ്ടി എടുത്തു. അപ്പോൾ നമ്മൾ ചുമ്മാ ഒരു ഡ്രൈവ് വന്നേക്കാണ്. അപ്പം അവളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു കാർ എടുക്കുക എന്നുള്ളത്. അങ്ങനെ അറ്റ് ലാസ്റ്റ് അത് സാധിച്ചു. അങ്ങനെ നമ്മൾ ഡാഷ് ക്യാമൊക്കെ സെറ്റ് ചെയ്തതിൻ്റെ ഇടയിൽ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അത് ഗ്യാസൊക്കെ അടിച്ച് ഡാഷ് ക്യാമും സെറ്റ് ചെയ്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. വീട്ടിലെത്തിയപ്പോൾ പഴംപൊരിയും സമൂസയും പരിപ്പുവടയും ചായയും. അങ്ങനെ അതും തട്ടി നമ്മൾ മുടി വെട്ടാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുടി വെട്ടുന്ന കടയിലൊക്കെ എത്തി. ഒരുപാട് നാളായി മുടി വെട്ടിയിട്ട്, ഒരു 2-3 മാസമെങ്കിലും വേണ്ടും. അത്യാവശ്യം മുടി നന്നായിട്ട് വളർന്നു. നമ്മളെന്നും വരാറുള്ള ഒരു ചേട്ടൻ്റെ അടുത്താണ് വന്നേക്കുന്നത്. ഒരു ഗുജറാത്തി ഒരു ചേട്ടനാണ്. ഇതാണ് എൻ്റെ മുടി വെട്ടുന്നതിന് മുമ്പുള്ള ഒരു കോലം. അങ്ങനെ മുടിയൊക്കെ വെട്ടി സെറ്റായി. ഒരു മുറിവും വന്നു ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ. അങ്ങനെ അതിനിടയിൽ നമുക്ക് മന്തി കഴിക്കാനൊരാഗ്രഹം. അങ്ങനെ മന്തിക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് പ്രിപ്പറേഷൻസൊക്കെ ഹാഫ് വേ ഇട്ടിട്ട് നമ്മളിത് കോഞ്ചറിങ് കാണാൻ വന്നേക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് പ്രേതപ്പെടാമെന്ന് അറിഞ്ഞുകൊണ്ടൊരു പ്രേതപ്പടത്തിന് കയറുന്നത്. എന്താവോ എന്തോ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ തുടങ്ങി പകുതിയായപ്പോൾ തന്നെ ഞാൻ പകുതി സമയം കണ്ണടച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ ഞാൻ എക്സിറ്റിൻ്റെ അവിടെ വിളിച്ചിരുന്ന് നൈസായിട്ട് നമ്മുടെ ഫ്രണ്ട് അവളെ പേടിപ്പിച്ചു. അവളെ ഒച്ച ഉണ്ടാക്കി നന്നായി പേടിച്ചു. അങ്ങനെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ മന്തിക്കുള്ള ബാക്കി പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങി. അങ്ങനെ മന്തിയൊക്കെ സെറ്റായി, ചിക്കനൊക്കെ റെഡി. അങ്ങനെ മന്തിയും കഴിച്ച് ഒരു സിനിമയൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയുള്ള ഗൈസ്. ഓക്കെ, ബൈ.